ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് പോർട്രേറ്റ് ബൈ അനലിറ്റിക് മെത്തേഡ്. നമുക്കിതൊരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലത്തിലൂടെ എങ്ങനെയാണ് ഫേസ് പോർട്രേറ്റ് വരയ്ക്കാൻ നോക്കാം. കൺസിഡർ എ സിസ്റ്റം വിത്ത് ആൻ ഐഡിയൽ റിലേ. അപ്പോൾ നമുക്കിവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ് തന്നിട്ടുള്ളത്. അവിടെ ഒരു റിലേ ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/s² ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഡിറ്റർമിൻ ദ സിംഗുലർ പോയിന്റ്. കൺസ്ട്രക്ട് ഫേസ് ട്രജക്ടറീസ് കറസ്പോണ്ടിങ് ടു ദ ഇനീഷ്യൽ കണ്ടീഷൻ. രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. C of 0 is equal to 2 and C dot 0 എന്ന് പറയുന്നത് 1 and C of 0 is equal to 2 and C dot 0 is equal to 1.5. Take R is equal to 2 volt and M is equal to 1.2 volt. ഇപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫേസ് ട്രജക്ടറി വരയ്ക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ആ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ 1/s², അത് മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ അതിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് യുവും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിയുമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇത് മാറ്റി വരച്ചു. ഇവിടെ നമുക്ക് എന്ത് പറയാം, ഈ സി എന്ന് പറയുന്നത് യു ഇൻറ്റു 1/s² എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അത് നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s² ഇൻറ്റു യു ഓഫ് എസ് നമുക്ക് അവിടെ എഴുതാം. ഇനി നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s² ഇൻറ്റു സി ഓഫ് എസ് ഈക്വൽസ് യു ഓഫ് എസ് നമുക്കിവിടെ വരും. ഇനി അതിന് ശേഷം നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുകയാണ്. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതാം, നമുക്ക് അവിടെ C ഡബിൾ ഡോട്ട്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ നമുക്ക് എഴുതാം ലാപ്ലേസ്, ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ C ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു യു എന്ന് നമുക്ക് അവിടെ വരും. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. അതായത് C ഡബിൾ ഡോട്ട് വരുന്നുണ്ട്, അതായത് സെക്കൻഡ് ഓർഡർ ആണ് നമുക്ക് വരുന്നത്. നമുക്കവിടെ രണ്ട് സ്റ്റേറ്റ് വേരിയബിൾ വേണം, x1 ആൻഡ് x2. നമ്മൾ x1 എന്ന് പറയുന്നത് C ഓഫ് ടി ആയിട്ട് എടുത്തു ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ അവിടെ x2 ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, x1 C ഓഫ് ടി ആകുമ്പോൾ നമ്മൾ ഇതിന് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, x1 ഡോട്ട് ഈസ് ഈക്വൽ ടു C ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ C ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി x2 ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ അസ്യൂം ചെയ്ത വേരിയബിൾ എന്ന് പറയുന്നത് C ഡോട്ട് x2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, ഇവിടെ x2 എന്ന് എഴുതാം. വിച്ച് മീൻസ് എന്താ പറയാം, x1 ഡോട്ട് ഈക്വൽ ടു x2 എന്ന് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ അത് നമുക്കവിടെ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ കിട്ടി. ആൻഡ് രണ്ടാമത്തെ നോക്കാം, x2 എന്ന് പറയുന്നത് C ഡോട്ട് ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് സൈഡും ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കാം. x2 ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് C ഡബിൾ ഡോട്ട് എന്ന് പറയാം. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ C ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, യു, അതായിരുന്നു നമ്മുടെ തന്നിട്ടുള്ള ഇക്വേഷൻ, നമുക്ക് കണ്ടുപിടിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം, ഈ C ഡബിൾ ഡോട്ടിന് പകരം ഇവിടെ x2 ഡോട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, x2 ഡോട്ട് ഈസ് ഈക്വൽ ടു യു എന്ന് നമുക്ക് വരും. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ x2 ഡോട്ട് ഈസ് ഈക്വൽ ടു യു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതിയിരുന്നു. നമുക്ക് കിട്ടിയത് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 ആൻഡ് x2 ഡോട്ട് ഈസ് ഈക്വൽ ടു യു എന്നായിരുന്നു. ഇനി നമ്മൾ ബ്ലോക്ക് ഡയഗ്രാമിൽ ബാക്കിയുള്ള പോർഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതായിരുന്നു ബാക്കി വരുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് ചെയ്യണത് സീനെ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് എററാണ്. അപ്പോൾ എറർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്ത് എഴുതാം, അവിടെ R മൈനസ് സി എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു R മൈനസ് സി എന്ന് ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ എന്തായിരുന്നു, x1 ഈസ് ഈക്വൽ ടു സി എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുള്ളത് C ഈസ് ഈക്വൽ ടു നമുക്ക് x1 എന്ന് പറഞ്ഞിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഈ സി ഉണ്ടല്ലോ, അതിന് പകരം എന്ത് വരും, ഈസ് ഈക്വൽ ടു R മൈനസ് x1 എന്ന് നമുക്കിവിടെ വരും. അപ്പോൾ എറർ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അത് ഇതിൽ ഏതാണോ വലുത് അതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ x1 ആണ് ഗ്രേറ്റർ എന്ന് വിചാരിക്കുക. x1 ഗ്രേറ്റർ ദാൻ R വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, അവിടെ എറർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. അപ്പോൾ ഇത് റിലേ ആണ്. റിലേ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും വരിക, എറർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുക +m ആയിരിക്കും. ആൻഡ് എറർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് -m ആയിരിക്കും യു എന്ന് പറയുന്നത്. അവിടെ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. x1 ഗ്രേറ്റർ ദാൻ R ആകുമ്പോൾ എറർ നെഗറ്റീവ് ആവും. എറർ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ യു, ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താണ്, യു ആണല്ലോ. അപ്പോൾ യു ഇസ് ഈക്വൽ ടു -m എന്ന് എഴുതാം. ആൻഡ് x1 ലെസ് ദാൻ R ആണെങ്കിൽ അവിടെ എറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ അവിടെ നമുക്ക് യു എന്ന് പറയുന്നത് +m അവിടെ വരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് മാറ്റുക, x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 എന്ന് നമുക്ക് അവിടെ എഴുതാം. ആൻഡ് x2 ഡോട്ടിലാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, യു വരുന്നത്. അപ്പോൾ ഈ യുവിനെ പകരം നമുക്ക് അവിടെ +or -m എന്ന് എഴുതാം. അതെങ്ങനെയാണെങ്കിൽ +m എപ്പോഴാണെങ്കിൽ നമുക്ക് എറർ എപ്പോഴായിരുന്നു,
പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് എറർ വരുന്നതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? x1 ലെസ് ദാൻ r അങ്ങനെയാണ് അവിടെ വരുന്നത്. ആൻഡ് -7 എപ്പോഴാണെങ്കിൽ ഫോർ x1 ഗ്രേറ്റർ ദാൻ r. അടുത്തത് സിംഗുലാർ പോയിന്റ് നമ്മളവിടെ കണ്ടുപിടിക്കണം. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് 0 ആവണ ആ ഒരു പോയിന്റിനെ നമ്മളവിടെ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ പോയിന്റ് നമ്മളവിടെ x10, x20 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി x10 നമ്മൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ x1 ഉണ്ടല്ലോ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന x2നെ നമ്മൾ പറയുന്നത് x20 എന്നാണ്. ആൻഡ് x2 നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന x1നെ നമ്മൾ വിളിക്കുന്നത് x10 എന്നാണ്. അതായത് സിംഗുലാർ പോയിന്റ്സ് ഈ x10 x20 ആണ്. നമ്മൾ ഇത്ര ചെയ്യണ്ടോ ആദ്യം x1 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ആ കിട്ടണ x2നെ നമുക്ക് അവിടെ x20 എന്ന് വിളിക്കാം. ആൻഡ് x0 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന x1നെ നമുക്ക് അവിടെ x10 എന്ന് വിളിക്കാം. ഇനി നമ്മളവിടെ എന്താ ചെയ്യണേ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതിയിരുന്നു x1 = x2 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. x1 0 ആവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? x2 0 എന്നാണ്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന x2നെ നമ്മൾ എന്താ വിളിക്കുക? x20 എന്നാണ് വിളിക്കുക. മീൻസ് നമുക്ക് എന്ത് എഴുതാം? x20 = 0 എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മളവിടെ കണ്ടുപിടിക്കണം x2. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. x2 = u എന്നാണ് നമുക്ക് അവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ അല്ല. അപ്പോൾ x2 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ x2 0 ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും? x u ആണല്ലോ. അപ്പം അതുകൊണ്ട് u 0. u 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഫീഡ്ബാക്ക് നമ്മൾ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇവിടെ u 0 മീൻസ് എറർ 0 ആകുമ്പോഴാണ് ഇവിടെ u 0 ആവുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഈ r - c ആണ് എറർ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? എറർ 0 ആണ്. മീൻസ് r മൈനസ് നമുക്ക് ആ സമയത്ത് വരുന്ന x1നെ x10 എന്നവിടെ കൊടുക്കാം. x10 = 0 എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. വിച്ച് മീൻസ് x10 = r. അതിനർത്ഥം ഒരു പോയിന്റ് ആറും അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0യുമാണ്. നമുക്ക് ഏതൊക്കെയാണ് സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്? x10 x20 = r0 ആണ് അവിടെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. ഫേസ് ട്രജക്ടറി നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഫേസ് ട്രജക്ടറി വരയ്ക്കാനായിട്ട് അതിൻ്റെ സ്ലോപ്പ് ഇക്വേഷൻ എഴുതണം. സ്ലോപ്പ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 x1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? dx2 dx1 ഈക്വൽസ് നമ്മൾ ഇക്വേഷൻ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. x2 എന്ന് പറയുന്നത് എന്തായിരുന്നു? +m/x2 ആയിരുന്നു ഫോർ x1 ലെസ് ദാൻ r ആൻഡ് -m/x2 ആയിരുന്നു ഫോർ x1 ഗ്രേറ്റർ ദാൻ r. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എന്ത് എഴുതാം? dx2 dx1 ഈക്വൽസ് ±m/x2 എന്ന് എഴുതാം. അതായത് പ്ലസ് സൈൻ എപ്പോഴായിരിക്കും വരാം? when x1 ലെസ് ദാൻ r ആൻഡ് മൈനസ് സൈൻ എപ്പോഴും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ when x1 ഗ്രേറ്റർ ദാൻ r. ഇനി നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അവിടെ x2 dx2 ഈക്വൽസ് ±m dx1 നമുക്ക് അവിടെ വരും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് അവിടെ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റ് ടൈം t = 0 നമുക്ക് x1നെ x10 എന്നും ആൻഡ് x2നെ x2 നമുക്ക് അവിടെ കൊടുക്കാം. ആൻഡ് അറ്റ് ടൈം t നെ x1 = x1 ആൻഡ് x2 = x2 എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. ഇവിടെ നമ്മൾ 0 to t ആണ് നമ്മളവിടെ ചെയ്യണത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും? ഈ ലിമിറ്റാണ് നമ്മളവിടെ x1നും x2നും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ x2 to x2 x2 dx2 ഈക്വൽസ് ഇൻ്റഗ്രൽ x10 to x1 of ±m dx1 നമുക്കവിടെ വരും. നമ്മൾ അതിന് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ x2² നമുക്കവിടെ വരും. ആൻഡ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മളവിടെ എഴുതി. = ±m നമ്മളിവിടെ dx1 ആണ് വരുന്നത്. അപ്പോൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x1 എന്ന് വരും. ആൻഡ് ലിമിറ്റ് നമ്മൾ അതുപോലെ എഴുതി. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ x2² മൈനസ് x202 = ±x1 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ x1 എഴുതാം. x1 - x1 നമുക്ക് അവിടെ എഴുതാം. ഇവിടെയാണെങ്കിൽ നമുക്ക് അപ്പർ ലിമിറ്റ് x2 ആണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് x2 നമുക്ക് എഴുതിയാൽ മതി. t നമ്മൾ എല്ലായിടത്തും എഴുതണമെന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ
നമുക്ക് ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം, കാരണം ഇവിടെ ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ 2 നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? x2 സ്ക്വയർ മൈനസ് x2 നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഈ 2 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2m x1 മൈനസ് x1 ഓഫ് 0 നമുക്കവിടെ വരും. അപ്പോൾ അതിൽ നിന്നിട്ട് x2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള ഈ x2 നോട്ട് സ്ക്വയർ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വരും? പ്ലസ് ഓർ മൈനസ് 2m ഇൻറ്റു x1 മൈനസ് x1 നോട്ട് പ്ലസ് x2 നോട്ട് സ്ക്വയർ എന്ന് നമുക്കവിടെ വരും. ഇനി നമ്മൾ ആ കണ്ടീഷൻ എടുക്കാൻ പോവാണ്. അതായത് വെൻ x1 ഗ്രേറ്റർ ദാൻ r എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? അവിടെ ഈ മൈനസ് സൈൻ ആയിരിക്കും അവിടെ വരാം. അവിടെ x2 സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മൈനസ് 2m x1 മൈനസ് x1 ഓഫ് നോട്ട് പ്ലസ് x2 സ്ക്വയർ അവിടെ വരും. അത് x2 നോട്ട് സ്ക്വയർ എന്ന് വരും. ഈ നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് എഴുതാം? മൈനസ് 2m x1 പ്ലസ് 2m x1 നോട്ട് പ്ലസ് x2 നോട്ട് സ്ക്വയർ എന്ന് നമുക്കവിടെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ x2 സ്ക്വയർ എന്ന് പറയുന്നത് when x1 ഗ്രേറ്റർ ദാൻ r. ഇപ്പോൾ x1 ഗ്രേറ്റർ ദാൻ കണ്ടീഷനിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു ഗ്രേറ്റർ ദാൻ r വരുമ്പോൾ. ഇനി x1 ലെസ് ദാൻ r വരുമ്പോൾ നമുക്കിവിടെ പ്ലസ് എടുക്കാം. അപ്പോൾ അങ്ങനെയായിരിക്കും വരെ ഇക്വേഷൻ x2 സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് 2m x1 മൈനസ് x1 നോട്ട് പ്ലസ് x2 നോട്ട് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് 2m x1 മൈനസ് 2m x1 നോട്ട് പ്ലസ് x2 നോട്ട് സ്ക്വയർ നമുക്കിവിടെ വരും. നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് c ഓഫ് 0 എന്ന് പറയുന്നത് 2ഉം c ഡോട്ട് 0 എന്ന് പറയുന്നത് അവിടെ 1 ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ എടുത്തപ്പോൾ എന്തായിരുന്നു ചെയ്തത്? x1 ഈസ് ഈക്വൽ ടു c ആണ് അല്ലേ? x1 c ആവുമ്പോൾ നമുക്ക് സിക്ക് പകരം x1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താവും? c ഓഫ് 0 എന്ന് പറയുന്നത് x1 ഓഫ് 0 ആവും. ഇനി x1 ഡോട്ട് എന്ന് പറയുന്നത് c ഡോട്ട് ആണ്. c ഡോട്ട് എന്ന് പറയുന്നത് x2, അതായത് x1 ഡോട്ട് ഇസ് x2 ആണല്ലോ നമ്മൾ അസൈൻ ചെയ്തത്. അപ്പോൾ അവിടെ c ഡോട്ടിന് പകരം അവിടെ x2 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഈ c ഡോട്ട് 0ന് പകരം x2 ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷൻ വെൻ x1 ഗ്രേറ്റർ ദാൻ r. അപ്പോൾ ആ കേസിൽ വരുന്നത് എന്തായിരുന്നു? x2 സ്ക്വയർ ഈക്വൽസ് മൈനസ് 2m x1 പ്ലസ് 2m x1 ഓഫ് 0 പ്ലസ് x2 ഓഫ് x2 0 സ്ക്വയർ ആണ് നമുക്കവിടെ വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യനിൽ m എന്ന് പറയുന്നത് 1.2 ആണെന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്കിവിടെ മൈനസ് 2.4 x1 പ്ലസ് 2 ഇൻറ്റു ഇവിടെ എമ്മിനെ പകരം 1.2 ഇട്ട് കൊടുത്തു, x1 ഓഫ് 0ന് പകരം ഇവിടുത്തെ 2 ഇട്ട് കൊടുത്തു, പ്ലസ് x2 0 സ്ക്വയറിന് പകരം നമ്മളിവിടെ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് 2.4 x1 പ്ലസ് 5.8 വരും. സോ x2 ഇസ് ഈക്വൽ ടു നമ്മളിതിനെ സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 2.4 x1 പ്ലസ് 5.8 നമുക്കവിടെ. ഇത് x1 ഗ്രേറ്റർ ദാൻ ആറിൻ്റെ കേസിലാണ്. നമ്മൾ ചെയ്തത് x1 ഗ്രേറ്റർ ദാൻ ആറിലായിരുന്നു അല്ലേ? ഇനി x1 ലെസ് ദാൻ r വരുമ്പോൾ നമ്മൾ സെയിം ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് x1 ഓഫ് 0 ഇസ് ഈക്വൽ ടു x2 ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ x2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m x1 മൈനസ് 2m x1 ഓഫ് 0 പ്ലസ് x2 സ്ക്വയർ 0 ആണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? m എന്ന് പറയുന്നത് 1.2 തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ 1.2 ഇട്ട് കൊടുക്കുമ്പോൾ 2.4 x1 മൈനസ് 2 ഇൻറ്റു 1.2 ഇൻറ്റു 2, അതായത് x1 ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, പ്ലസ് x2 0 സ്ക്വയർ എന്ന് പറയുന്നത് 1. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2.4 x1 മൈനസ് 3.8 നമുക്കിവിടെ വരും. ഇനി x2 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2.4 x1 മൈനസ് 3.8 നമുക്കവിടെ വരും. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് കേസസ് ആണുള്ളത്, x1 ഗ്രേറ്റർ ദാൻ r ആൻഡ് x1 ലെസ് ദാൻ r. x1 ഗ്രേറ്റർ ദാൻ ആറിൻ്റെ സമയത്ത് ഇക്വേഷൻ വരുന്നത് x2 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 2.4 x1 പ്ലസ് 5.8 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ x2നെ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് x1ൻ്റെ വാല്യൂ തുടങ്ങേണ്ടത് നമുക്കൊരു ഐഡിയ കിട്ടും.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ x2ന് 0 ഇട്ട് കൊടുക്കുക. ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ x1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, അവിടെ 2.4167 ആണ് നമ്മുടെ എന്താണ് x1ൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കൊരു 2 തൊട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മൾ x1ന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കിട്ടും, അതുപോലെ -1, കാരണം ഇവിടെ പുറത്ത് പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, 1 ആൻഡ് -1 വരും. അതുപോലെ 2.1 ഇട്ട് കൊടുക്കുമ്പോൾ 0.87 ആൻഡ് -0.87. ഇവിടെ 2.2 ഇട്ട് കൊടുക്കുമ്പോൾ 0.72 -0.72. 2.3 ഇട്ട് കൊടുക്കുമ്പോൾ 0.53 വരും, അതുപോലെ -0.53 വരും. 2.4 ഇട്ട് കൊടുക്കുമ്പോൾ 0.2, അതുപോലെ -0.2 വരും. ആൻഡ് 2.4167 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ 0 കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളവിടെ തുടങ്ങേണ്ടതെന്ന് മാത്രം. ഇനി സെയിം ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്, അതായത് x1 ലെസ് ദാൻ r. അപ്പോൾ അവിടെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു, x2 = ±√2.4x1 - 3.8 ആണ് അല്ലേ. ഇവിടെ നമുക്ക് ആദ്യം എവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട് x2നെ ഈ ഇക്വേഷനിൽ 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് എന്താണ് x1ൻ്റെ വാല്യൂ നമ്മളോട് കണ്ടുപിടിക്കാം. അപ്പോൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വരും, 1.5834 നമുക്ക് അവിടെ വരും. അതിൻ്റെ അർത്ഥം അതിൻ്റെ അടുത്തൊരു റേഞ്ച്, അതായത് 1.5 1.6 ആ റേഞ്ചിലാണ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് 1.5834 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 1.6 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, ഈ ഇക്വേഷനിൽ ഈ 1.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി x1ന് പകരം. ഇവിടെ 0.2, അതുപോലെ -0.2 വരും. 1.7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.53 ആൻഡ് -0.53 വരും. 1.8 ഇട്ട് കൊടുക്കുമ്പോൾ 0.72 ആൻഡ് -0.72 വരും. 1.9 ഇട്ട് കൊടുക്കുമ്പോൾ 0.87 ആൻഡ് -0.87 വരും. ആൻഡ് 2 ഇട്ട് കൊടുക്കുമ്പോൾ 1 ആൻഡ് -1 വരും. ഇനി നമ്മളിത് വെച്ചിട്ട് കർവ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നല്ലോ. അപ്പോൾ ആ വാല്യൂസ്, അതായത് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് x1 = 2 ആൻഡ് x2 = 1. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫേസ് പോർട്രേറ്റ് വരയ്ക്കാം. ഫേസ് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് കണ്ടീഷനിൽ ഇതായിരുന്നു വാല്യൂസ് എന്ന് പറയുന്നത്, x1 > r ആയിരുന്നു ആ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്തായിരുന്നു, നമുക്ക് 2 ആൻഡ് 1 ആയിരുന്നു. അപ്പോൾ അത് ഈ പോയിൻ്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ 2 എടുക്കുക ആൻഡ് 1 എടുക്കുക. അതായത് നമ്മൾ ഈ ഫേസ് പോർട്രേറ്റ് വരയ്ക്കുന്നത് അവിടെ x1 ആൻഡ് x2 തമ്മിലാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ x1ൽ നമുക്ക് എന്താണ് 2 എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റാണ്, ആൻഡ് ഇവിടെ 1 എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഈ 2.1 എന്ന് പറയുമ്പോൾ അവിടെ 0.87 ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് 2.1 0.87. ഈ 2.2 അത് തന്നെ നമ്മളവിടെ -0.87 വേണം. അപ്പോൾ അത് ഈ ഒരു പോയിൻ്റാണ് -0.87 എന്ന് പറയുന്നത്. അങ്ങനെ ഈ ടേബിളിലുള്ള നമ്മൾ ആ വാല്യൂസ് എല്ലാം നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യണം. അതായത് നമുക്കിവിടെ 0 ക്ലോസ് ചെയ്യുന്ന പോയിന്റ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2.4167 ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന നമ്മളൊരു കർവ് നമ്മളിവിടെ വരയ്ക്കാം. ഒരു ഫ്രീ ഹാൻഡ് കർവാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് അതായത് x1 > r നമുക്ക് ഈ ഒരു ട്രജക്ടറി നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ്, അതായത് x1 <r ആ പോയിന്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു, ഈ 0 ക്രോസ് ചെയ്ത് പോണ പോയിന്റ്, അതായത് x2 0 ആണ പോയിന്റ് എത്രയായിരുന്നു, അവിടെ 1.5834 ആണ് അല്ലേ. അപ്പോൾ അത് ഈ ഒരു പോയിന്റാണ് 1.5834 എന്ന് പറയുന്നത്. ഈ 1.6 എന്ന് പറയുമ്പോൾ അവിടെ 0.2 ആൻഡ് -0.2 ആണ് നമുക്ക് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, +or -0.2 എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. ഈ 0.53 -0.53 അത് 1.7 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ രണ്ട് പോയിന്റ്സ് ആയിരിക്കും അവിടെ വരുന്നത്. അതുപോലെ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ x1 <r കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രജക്ടറി നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് നമുക്കിവിടെ വരുന്നത് അല്ലേ, ഒരു ക്ലോസ്ഡ് പാത്ത് എന്ന് പറയാം നമുക്കവിടെ. ഇനി അടുത്തത് സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ C0 2 ആൻഡ് C.0 1.5 ആണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ C എന്ന് പറയുന്നത് x1 ആയതുകൊണ്ട് x1 = 2 ആൻഡ് x2 = 1.5 കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, വെൻ x1 > r വരുമ്പോൾ അവിടെ x2² എന്ന് പറയുന്നത് -2mx1 + 2mx1 of 0 + x2
0 സ്ക്വയർ ആയിരുന്നു. ആൻഡ് എം എന്ന് പറയുന്നത് 1.2 വാല്യൂ. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ ഇനീഷ്യൽ വാല്യൂ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു എം എന്ന് പറയുന്നത് 1.2. ഇവിടെ എന്ത് വരും? -2.4x1 പ്ലസ് 2 ഇൻറ്റു 1.2 ഇൻറ്റു 2 പ്ലസ് 1.5 സ്ക്വയർ വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരിക? -2.4x1 പ്ലസ് 7.05 എന്ന് വരും. സോ x2 is equal to plus or minus root of -2.4x1 plus 7.05 നമുക്കവിടെ വരും. ഇനി നമ്മൾ ഇതേ വാല്യൂസ് ഉണ്ടല്ലോ, x1 ലെസ് ദാൻ r എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ അല്ലോ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. x2 സ്ക്വയർ ഇസ് ഇക്വൽ ടു ഇവിടെ 2m x1 minus 2m x1 of 0 പ്ലസ് x2 സ്ക്വയർ 0 നമുക്കവിടെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. അതിൽ m എന്ന് പറയുന്നത് 1.2 ആണെന്നും പറഞ്ഞു. ഇനി ഈ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2.4x1 മൈനസ് 2m x1 of 0. അതിൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1.2, അതുപോലെ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് ഇവിടെ 1.5 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2.4x1 മൈനസ് 2.55 എന്ന് വരും. സോ x2 is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2.4x1 മൈനസ് 2.55 നമുക്കവിടെ വരും. നമ്മൾ x1 കയറിയിട്ട് ആറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x2 is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -2.4x1 പ്ലസ് 7.05 ആയിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ x2 0 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഇവിടെ x2നെ 0 ഇട്ട് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് x1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ 2.9375 എന്ന് വരും. അതായത് നമുക്കവിടെ ഒരു 2വിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കവിടെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ നിന്നിട്ടുള്ള ഒരു വാല്യൂ എന്ന്. അപ്പോൾ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തായിരിക്കും വരിക? ഈ 2 നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.5 ആൻഡ് -1.5 വരും. അതുപോലെ 2.1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1.42 ആൻഡ് -1.42, 2.3നെ കറസ്പോണ്ടിങ് ആയിട്ട് 1.24 -1.24 ആൻഡ് 2.5നെ 1.02 -1.02, 2.7നെ കറസ്പോണ്ടിങ് ആയിട്ട് 0.75 ആൻഡ് -0.75 ആൻഡ് 2.9375 നമ്മൾ ആദ്യം എടുത്തു, 0 ആൻഡ് 0 കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ x1 ലെസ് ദാൻ r ആണ്. അവിടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? x2 is equal to പ്ലസ് ഓർ മൈനസ് 2.4x1 മൈനസ് 2.55 ആണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? x2നെ 0 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1ൻ്റെ വാല്യൂ നമ്മളവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുക x2ന് പകരം. അതിന് ശേഷം കറസ്പോണ്ടിങ് x1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1.0625 എന്ന് നമുക്ക് അവിടെ വരും. ആൻഡ് അവിടെ 1.3, അപ്പോൾ നമുക്കിവിടെ ഒരു റേഞ്ച് കിട്ടും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു 1.3 നമുക്ക് അടുത്ത വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ 0.75 ആൻഡ് -0.75 വരും. 1.5 എടുക്കുമ്പോൾ 1.02 ആൻഡ് -1.02, 1.7 എടുക്കുമ്പോൾ 1.24 ആൻഡ് -1.24, 1.9 എടുക്കുമ്പോൾ 1.42 ആൻഡ് -1.42 വരും. ആൻഡ് 2 എടുക്കുമ്പോൾ 1.5 ആൻഡ് -1.5 വരും. ഇനി നമ്മൾ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളവിടെ ട്രജക്ടറി വരയ്ക്കുക. അപ്പോൾ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ പറയുന്നത് ഇതായിരുന്നു, x1 of 0 is equal to 2 ആൻഡ് x2 of 0 എന്ന് പറയുന്നത് 1.5 ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ടാബുലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? ഇനി അതേ വാല്യൂസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ 2 1.5 ആയിരുന്നു വരുന്നത്, പ്ലസ് ഓർ മൈനസ് 1.5. അപ്പോൾ ആ വാല്യൂസാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ എല്ലാ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ അവിടെ ആ ട്രജക്ടറി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ കളർ കർവ് ഉണ്ടല്ലോ, ആ ഗ്രീൻ കളർ കർവാണ് അവിടെ സെക്കൻഡ് ആ ഇനീഷ്യൽ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ട്രജക്ടറി എന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ട് ട്രജക്ടറിയും, അതായത് ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷനിൽ നമ്മളിവിടെ ആ രണ്ട് ഇനീഷ്യൽ കണ്ടീഷനിലും ആ കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു ക്ലോസ്ഡ് കർവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? ഈ സിസ്റ്റം ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുമെന്നവിടെ പറയാം.